ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളുടെ ജ്വലിക്കുന്ന സ്മരണകൾ മനസ്സുകളിൽ നിറച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ കുരിശിന്റെ വഴി ശ്രദ്ധേയമായി. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടും പിന്നാലെ കോരിച്ചൊരിഞ്ഞ മഴയും അവഗണിച്ച് ആയിരങ്ങളാണ് ഭക്തിപൂർവ്വം കുരിശിന്റെ വഴിയിൽ അണിനിരന്നത്. ചങ്ങനാശ്ശേരി, തുരുത്തി, കുറുമ്പനാടം, തൃക്കൊടിത്താനം ഫൊറോനകളിലെ വിശ്വാസികളാണ് വിവിധ മേഖലകളിൽ നിന്ന് കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ അർപ്പിച്ച് കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നടന്നു നീങ്ങിയത്. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകി. രാത്രി 7-ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കുരിശിന്റെ വഴികൾ പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സന്ദേശവും ശ്ലൈഹിക ആശീർവാദവും നൽകി. കുരിശിന്റെ വഴിയിൽ കർത്താവിന്റെ മുറിപ്പാടുകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുറിപ്പാടുകൾക്ക് സൗഖ്യം ലഭിക്കുകയാണ് ചെയ്യുന്നതെന്ന് മാർ തോമസ് തറയിൽ സമാപന സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ കുരിശുകളിൽ നമ്മൾ തനിച്ചല്ലെന്നും മറിച്ച് നമ്മുടെ കൂടെ കർത്താവ് കുരിശുമെടുത്ത് നമ്മെ അനുഗമിക്കുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കണമെന്നും മാർ തോമസ് തറയിൽ കൂട്ടിച്ചേർത്തു. നമ്മുടെ കർത്താവിന്റെ സഹനങ്ങളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുറിപ്പാടുകളിൽ നിന്ന് നമുക്ക് സൗഖ്യം കിട്ടുകയാണ്. സഹിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെയാണ് ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുക? അത് സാമീപ്യത്തിലൂടെയാണ്, സാന്നിധ്യത്തിലൂടെയാണ്. പലപ്പോഴും നമുക്ക് പല സഹനങ്ങളും നമുക്ക് ഒഴിവാക്കാനൊന്നും സാധിക്കുകയില്ല. ചില രോഗങ്ങളിലൂടെയും അതുപോലെ വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. മുറിപ്പാടുകളുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് കൂടെ താൻ ഒറ്റയ്ക്കല്ല, തൻ്റെ കൂടെ ആൾക്കാരുണ്ട് എന്നുള്ളത് വലിയ ഒരു ആശ്വാസമാണ്. അതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേദനയും തൻ്റെ കൂടെ ആരുമില്ല എന്നുള്ളതാണ്. കുടുംബജീവിതത്തിലൊക്കെ ആണെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ വേദനിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ ആശ്വാസം കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുള്ളതാണെങ്കിൽ, നമ്മൾ നമ്മുടെ കർത്താവിന്റെ ഈ വേദനകളുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസം, നമ്മുടെ വേദനകളിൽ നമ്മൾ തനിച്ചല്ല, നമ്മുടെ കുരിശുകളിൽ നമ്മൾ തനിച്ചല്ല, നമ്മുടെ കൂടെ നമ്മുടെ കർത്താവ് കുരിശെടുത്തുകൊണ്ട് നമ്മളെ അനുഗമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. സർവശക്തനായ ദൈവം നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല. അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും അനുധാവനം ചെയ്യുന്നവനാണ്. അതാണ് ഈ കുരിശിന്റെ വഴി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കരുത്ത്. അതുകൊണ്ടാണ് കുരിശിന്റെ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ മുറിപ്പാടുകൾ സൗഖ്യപ്പെടുന്നതും. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കുരിശിന്റെ വഴിയെക്കുറിച്ച് ഫാദർ നിതിൻ കുര്യൻ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു. ഈശോയുടെ പീഡാസഹന മരണങ്ങളുടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുമ്പോൾ ഈ അവസരത്തിൽ ഈ ഒരു കുരിശിന്റെ വഴി നമുക്ക് ഏറ്റവും അനുഭവവേദ്യമാകട്ടെ. ചങ്ങനാശ്ശേരി അതിരൂപത വിവിധ പ്രവണതകളുടെ നേതൃത്വം നടത്തപ്പെടുന്ന ഈ കുരിശിന്റെ വഴി ഭക്തി ആദരപൂർവ്വം വിവിധ വർഷങ്ങളായിട്ട് നടത്തപ്പെട്ടു വരുന്നു. ഇന്ന് ജനലക്ഷങ്ങൾ ഇന്ന് ഈ ഒരു കുരിശിന്റെ വഴിയിൽ അകമ്പടി ശ്രമിക്കുന്നു. പ്രാർത്ഥനയോടെയും നിയോഗം വെച്ചുകൊണ്ടുള്ള ഈ ഒരു കുരിശിന്റെ വഴി ഈ ഒരു പ്രദേശത്തിനും ഈ ഒരു നാടിനും എന്നും ഏറ്റവും പ്രാർത്ഥന അനുഭവമാക്കി തീർക്കുന്നു. വിവിധ ഇടവകളിൽ നിന്നായി വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ അണിനിരന്നു. ഷെക്കിന ന്യൂസ്, കോട്ടയം.